നിങ്ങൾക്ക് 30,000 രൂപ എഫക്റ്റീവ് പ്രൈസിനകത്ത് ഇന്ത്യയിൽ ആദ്യത്തെ സ്നാപ്ഡ്രാഗൺ 8s Gen 4 144 FPS ഗെയിമിംഗ്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് 144 FPS അല്ലെങ്കിൽ 144 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 4K 60 FPS ബാക്കിലും ഫ്രണ്ടിലും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന തരക്കേടില്ലാത്ത ഒരു അത്യാവശ്യം അടിപൊളിയായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത ഒരു ക്യാമറ സെറ്റപ്പ്, 120 വാട്ട്സിൻ്റെ ചാർജിങ് വിത്ത് 7000 mAh ബാറ്ററി. അപ്പോൾ ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നമ്മളിന്ന് സംസാരിക്കുന്നത് iQ Neo 10 കുറിച്ചാണ്. iQ Neo 10R കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ഫുൾ റിവ്യൂ നമ്മൾ ഓൾറെഡി വരുന്നുണ്ട്. ഇത് ഇൻ ഹാൻഡ് റിവ്യൂ നമ്മൾ ഓൾറെഡി വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. ആൻഡ് ഓൾസോ ഈ ഫോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണുക. നമ്മൾ കൂടുതൽ വാചകടിക്കുന്നില്ല. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക് ടു ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ. ഞാനാണ് അമർനാഥ്. കൂടുതൽ ടൈം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ബോക്സ് ആൻഡ് പ്രൈസിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് 8128 ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 8256 ബേസ് വേരിയൻറ്റ് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 8128 32,000 രൂപ, 8256 34, 12256 36 ആൻഡ് 16GB 512GB 41. 2,000 രൂപയുടെ പ്രീ ബുക്കിൻ്റെ ഓഫർ വരുന്നുണ്ട്. സോ എഫക്റ്റീവ് പ്രൈസ് 30,000-ഉം ബാക്കി എല്ലാ വേരിയൻറ്റിൽ 2,000 രൂപ വെച്ച് നിങ്ങളങ്ങ് കുറച്ചോളൂ. ആൻഡ് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഓഫറും കൂടി ഉണ്ട്. iQൻ്റെ ഒരു ഫ്രീ TWS നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് പെട്ടിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ 120 വാട്ട്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ ചാർജർ കിട്ടും. Type C to Type C കേബിൾ, അതായത് അതൊരു PD ചാർജറാണ്. നിങ്ങൾക്ക് മാക്ബുക്കും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ പറ്റും. ആൻഡ് അതിൻ്റെ കൂടെ കേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. നമ്മൾ ഈ ഡിസൈൻ എവിടെയോ കണ്ടിട്ടുണ്ട്. iQ 13ൻ്റെയും iQ 12ൻ്റെയും സെയിം ഡിസൈൻ തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സെയിം ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതൊരു കുറ്റമായിട്ട് ഞാനും പറയുന്നില്ല, കാരണം എല്ലാവരും ഇപ്പോൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ കുറ്റപ്പെടുത്തിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട്, ഒരു ബ്രാൻഡ് സിഗ്നേച്ചർ ഡിസൈൻ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. സോ അത് കണ്ടാൽ ഏവർക്കും മനസ്സിലാവും. പക്ഷേ വേറൊരു ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഇപ്പോൾ iQ Neo 10 കണ്ടാലും iQ Neo 13 കണ്ടാലും ഇതിലേതാ ഫോണെന്ന് മനസ്സിലാവില്ല. അത് പ്രത്യേകിച്ച് ഇപ്പോൾ ഐഫോണുകൾക്ക് കുഴപ്പമുണ്ട്, സാംസങ്ങിന് കുഴപ്പമുണ്ട്, വാട്ടെവർ. ആൻഡ് ബാക്കി കാര്യങ്ങൾ പറയുമ്പോൾ പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസാണ് കിട്ടുന്നത്. 208 ഗ്രാമിൻ്റെ വെയിറ്റും 8.09 mm തിക്നെസ്സുമാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, തിന്നാണ്, ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിലും അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വെയിറ്റ് തന്നെയാണ്. ആൻഡ് IP65ൻ്റെയാണ് നിങ്ങൾക്ക് വാട്ടർ റേറ്റിംഗ് കിട്ടുന്നത്. അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല. 30,000 രൂപയ്ക്ക് IP68ഉം 69 ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൻ്റെ ഒബ്ജക്റ്റീവ് ഒരു ഡ്യൂറബിലിറ്റി പെർസ്പെക്റ്റീവ് അല്ല. ഇതൊരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരാൾക്കാർക്ക് ഇറങ്ങിയിരിക്കുന്ന ഫോണാണ്. പക്ഷേ എന്നാലും ഒരു ഓൾറൗണ്ടർ എന്നുള്ള രീതിയിൽ. ആൻഡ് സ്കോട്ട് സെൻസേഷൻ UP എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഗൊറില്ല ഗ്ലാസ് 3, ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ ആ ഒരു ലെവലായിരിക്കും ഏകദേശം വരിക. അല്ലെങ്കിൽ ആ ഒരു ഗൊറില്ല ഗ്ലാസ് കൊടുക്കാത്തതിൻ്റെ തന്നെ റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചീപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഫോൺ. ചീപ്പാക്കാൻ വേണ്ടിയിട്ടല്ല, അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ലൊരു ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് USB Type C 2.0 ആണ് വരുന്നത്. USB പോർട്ട് ദാറ്റ്സ് നോട്ട് അക്സെപ്റ്റബിൾ. 3.1 3.2 കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡ്യൂൽ സിം സ്ലോട്ടാണ് വരുന്നത്. 3.5 mm ജാക്കൊന്നും പ്രതീക്ഷിക്കേണ്ട, അതൊക്കെ മറന്നു കളാം. ആൻഡ് 2 കളർ വേരിയൻസിലാണ് വരുന്നത്. കളർ വേരിയൻസ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. എൻ്റെ അടുത്ത ഡിസ്പ്ലേ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് 6.78 ഇഞ്ചസിൻ്റെ 1.5K റെസൊല്യൂഷനുള്ള ഒരു അടിപൊളി AMOLED പാനലാണ് കൊടുത്തിരിക്കുന്നത്. അടിപൊളി ഡിസ്പ്ലേ, ഒരു രക്ഷയില്ല. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഐ ലവ് ഫ്ലാറ്റ് ഡിസ്പ്ലേ. ആൻഡ് എനിക്ക് കേർവ്ഡ് ആയിട്ടുള്ള പാനലുകൾ ഇഷ്ടമല്ല. ഫോർ റിയൽ എനിക്ക് കേർവ്ഡ് പാനൽ ഇഷ്ടമല്ല. അത് പല റീസൺസാണ്. ഒന്ന് മെയിൻ്റനൻസിൻ്റെ റീസൺ, 2 പൊട്ടിക്കഴിഞ്ഞാലുള്ള റീസൺ, 3 നമുക്ക് ആ ഒരു സ്ക്രീൻ ഗാർഡ് കിട്ടില്ല എന്നുള്ള അടുത്തൊരു റീസൺ. 5500 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് കിട്ടുന്നുണ്ട്. പീക്ക് ബ്രൈറ്റ്നസ് നോക്കണ്ട, 2000 നെറ്റ്സിൻ്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 4320 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് AMOLED സ്ക്രീനുകളിൽ രാത്രി കാലങ്ങളിൽ ഫ്ലിക്കർ അടിക്കുന്ന സമയത്ത് തലവേദന വരുന്നവർക്കുള്ള പ്രശ്നം, അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ പ്രശ്നം ഈ ഫോണിൽ കുറവായിരിക്കും. ആൻഡ് HDR10+ൻ്റെ സപ്പോർട്ട് നെറ്റ്ഫ്ലിക്സിലും കിട്ടുന്നുണ്ട്, യൂട്യൂബിലും കിട്ടുന്നുണ്ട്. സോ ഗംഭീര പാനൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും 1000 ഹെർട്സിൻ്റെ ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആയതിനാൽ തന്നെ ഗെയിമിങ് വളരെ സ്മൂത്ത് ആയിരിക്കും. ആൻഡ് ഗെയിമിങ്ങിൽ iQ പുറകോട്ട് പോകാറില്ല.
അത്രയും കാലത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കൂടി കൊടുത്തിട്ടുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് മൊത്തത്തിൽ അടിപൊളിയാണ്. ആൻഡ് നെക്സ്റ്റ് സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് Qualcomm Snapdragon 8S Gen 4 ഇന്ത്യാസ് ഫസ്റ്റ് എന്നാണ് പറയുന്നത്. സോ ഗംഭീര ചിപ്സെറ്റാണ്. 4nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയിൽ ഉണ്ടാക്കി. LPDDR5Xൻ്റെ റാം ടൈപ്പ്. ആക്ച്വലി LPDDR5X അൾട്ര എന്നാണ് അവർ പറയുന്നത്. അത് ചെറിയൊരു ബൂസ്റ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, നല്ല കാര്യം. UFS 3.1 ആണ് 128GB വേരിയൻറ്റിൽ, അതായത് ബേസ് വേരിയൻറ്റ്. UFS 4.1 ആണ് 256ഉം 512GB വേരിയൻറ്റ്. സോ എടുക്കുകയാണെങ്കിൽ 256 മിനിമം എടുക്കുക. അത് ഈ ഒരു റീസണും ഉണ്ട്. മാത്രവുമല്ല ഇപ്പോഴുള്ളൊരു കാലഘട്ടത്തിൽ 128GB ഈസ് നോട്ട് ഇനഫ്. നിങ്ങളൊരു സാധാരണ യൂസർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ അതൊരു പ്രശ്നമായി തീരും. സോ 256 എടുക്കാൻ ശ്രമിക്കുക. 2.1 മില്യൻ്റെ പുറത്ത് അനലിറ്റിക് സ്കോറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 60-70% CPU ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കുറച്ച് കുറവാണ് എങ്കിലും കുഴപ്പമില്ല. എത്രയും പെർഫോമൻസ് തരുന്ന ഒരു ഫോൺ എന്നുള്ള നിലയ്ക്ക് കുഴപ്പമില്ല. അധികം ഹീറ്റിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാണ് കേട്ടറിവ്. സോ അതിൽ തന്നെ അത് കേട്ടറിവ് മാത്രമല്ല, അവരങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ആൻഡ് അതിന് കാരണം എന്ന് പറയുന്നത് ഒരു നല്ല വലിയ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റം തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊരു ഡ്യുവൽ ചിപ്പ് മോൺസ്റ്ററും കൂടിയാണ്. അവർ IQ7 ലെജൻഡ് ആ ഫോൺസ് ഇവിടെ വന്ന കാലം മുതലേ അവർ ഡ്യുവൽ ചിപ്പ് മോൺസ്റ്ററാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. സോ Q1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫ്രെയിം ഇൻ്റർപോളേഷനും MEMC ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 120 FPS നിങ്ങൾ BGMIയിൽ കളിക്കുന്ന ഗെയിം 144 FPS ആക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതൊരു 144 FPSൻ്റെ ഗെയിമിംഗ് സെറ്റപ്പായി. അപ്പോൾ ഗെയിമേഴ്സിന് ഇതൊരു വലിയ ലോട്ടറിയാണ് 30,000 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ. ആൻഡ് അതേ ഫ്രെയിം ഇൻ്റർപോളേഷനും MEMCയും ആ ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് Q1 ചിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സൂപ്പർ റെസൊല്യൂഷൻ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ HDയിലുള്ളൊരു ഗെയിം ആണെങ്കിൽ കുറച്ചും കൂടി ഫുൾ HD ലെവലിലേക്ക് നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും. അപ്പം ആ ഒരു ലെവലിൽ നമുക്ക് റെസൊല്യൂഷൻ കൂട്ടി കാണാനൊക്കെ പറ്റും. മൊത്തത്തിൽ അതൊരു ഡിസ്പ്ലേ ഗെയിമിംഗ് സംഭവത്തിന് വേണ്ടി ഒരു അടിപൊളി ചിപ്സെറ്റ് തന്നെയാണ്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു പെർഫോമൻസ് പാർട്ട് വരുന്നത്. ഗംഭീര പെർഫോമൻസും ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി ബാറ്ററി സെക്ഷൻ പറയുന്ന സമയത്ത് 7000 mAhൻ്റെ ബാറ്ററിയാണ്. ഗംഭീര ബാറ്ററി ലൈഫ് വരും. 8-9 മണിക്കൂർ സ്ക്രീൻ ഓൺ ടൈം പ്രതീക്ഷിക്കാം. വളരെ നോർമൽ യൂസേജ് ആണെങ്കിൽ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും 6 to 7 hours അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5 to 6 hours കിട്ടും. സോ അടിപൊളി ബാറ്ററി ലൈഫാണ്, അതിലൊരു രക്ഷയില്ല. 7000 mAh ആയിട്ട് പോലും വളരെ തിന്നാണ്, കാരണം സിലിക്കോൺ ബേസ്ഡ് ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 120 വാട്ട്സിൻ്റെ വയേർഡ് PD ചാർജിങ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. Type-C to Type-C കേബിളാണ് കൊടുത്തിരിക്കുന്നത്. സോ നല്ല ചാർജിങ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നിലും ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. വയർലെസ് ചാർജിങ് ഇല്ലാതെ ഈ പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫീച്ചേഴ്സ് വരുമ്പം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ബൈപ്പാസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും വരുന്നുണ്ട്. ഗെയിമേഴ്സിന് ഉപകാരപ്രദമാണ്. ഗെയിം കളിക്കുന്ന സമയത്ത് കുത്തിയിട്ട് കഴിഞ്ഞാൽ നേരെ പെർഫോമൻസിനും കാര്യങ്ങൾക്കും വേണ്ടി ചാർജിങ് അങ്ങ് പോയിക്കോളും, അല്ലാണ്ട് ബാറ്ററിയിലേക്ക് ആ ചാർജ് പോയില്ല. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഫീസ് അൺലോക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സപ്പോർട്ട് ഈ ഫോണിന് കിട്ടുന്നുണ്ട്. അത് അത്ര അടിപൊളിയൊന്നുമല്ല, ഒരു ബേസിക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ആണ്. അല്ലെങ്കിൽ ലീനിയർ മോട്ടറിൻ്റെ സപ്പോർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾക്ക് LSDC LDAC കോഡക്കുകളും കാര്യങ്ങളൊക്കെ ബ്ലൂടൂത്തിൽ സപ്പോർട്ടിംഗ് ആണ്. Wi-Fi 7 ബ്ലൂടൂത്ത് വേർഷൻ 5.4 NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സോ കണക്ടിവിറ്റി പിന്നെ ഒബ്വിയസ്ലി 5G ഫോണാണിത്. സോ അതിലൊന്നും യാതൊരു പ്രശ്നം നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പോകുന്നില്ല. സോഫ്റ്റ്വെയറിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് FunTouchOS 15 ബേസ്ഡ് ഓൺ Android 15 ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. AI ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് സർക്കിൾ ടു സെർച്ച്, AI ഇറേസർ, ലൈവ് കോൾ ട്രാൻസ്ലേറ്റ്, പിന്നെ ജെമിനി കിട്ടുന്നുണ്ട്. AI കട്ടൗട്ടിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് ഒരു ലോഡ് AI ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബ്ലോട്ട്വെയർ കുറച്ച് ഉണ്ടാവും, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കേണ്ടി വരും. ആൻഡ് കുറച്ച് ആഡുകളും റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫ് ചെയ്തിടേണ്ടിയും കാര്യങ്ങളും വരും. പക്ഷെ മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു UI തന്നെയാണ്. ബഗ്ഗുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ആൻഡ് പിന്നെ FunTouchOS ആണ്, കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. വളരെ പുതിയ രീതിയിലുള്ള ഫ്ലൂയിഡ് ആനിമേഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ കുഴപ്പമില്ലാത്തൊരു UI എന്നേ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു നോർമൽ യൂസർ എന്നുള്ള നിലയ്ക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ക്യാമറയാണ്. 30,000 രൂപയ്ക്ക് ഓക്കെ ആണ് താനും, എന്നാൽ വളരെ മോശം എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ വളരെ ഗ്രേറ്റ് ഒന്നും പറയാൻ പറ്റില്ല. 50 മെഗാപിക്സലിൻ്റെ IMX882 പ്രൈമറി സെൻസർ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 32 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ. അത് അടിപൊളിയായി, കാരണം വളരെ നോർമലായിട്ടുള്ള 16 മെഗാപിക്സൽ കൊടുത്തില്ല, 32 മെഗാപിക്സൽ കൊടുത്ത് എന്തുകൊണ്ടും നന്നായി. ബാക്കിൽ മെയിൻ ക്യാമറയും ഫ്രണ്ടിലുള്ള സെൽഫി ക്യാമറയും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് 4K 60 FPS മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഗ്രേറ്റ്, അടിപൊളിയായി. പക്ഷേ അൾട്രാ വൈഡ് ചെറിയൊരു സെൻസറാണ്,
ആയതിനാൽ തന്നെ 1080p 30fps നിങ്ങൾക്ക് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നുള്ളൂ. ക്യാമറ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള, ബേസിക് മീൻസ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഓൾ അറൗണ്ട് എന്നുള്ള നിലയ്ക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നല്ലൊരു ക്യാമറ സെറ്റപ്പാണ്. പൊതുവേ IQ നല്ല രീതിയിൽ ക്യാമറ ചെയ്യാറുണ്ട്. അതായത് നിങ്ങൾക്ക് നല്ലോണം ഗെയിം കളിക്കണം, പെർഫോമൻസ് കിട്ടണം, ഫോൺ അടിപൊളിയായിട്ട് ഉപയോഗിക്കണം, അതോടൊപ്പം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം എന്നുണ്ടെങ്കിൽ അടിപൊളി ക്യാമറയാണ്. ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞത്. അതായത് ഇതൊരു ഗെയിമിംഗ് ഫോൺ ആണെങ്കിലും ക്യാമറ ഡിസപ്പോയിൻറ്റ് ചെയ്തിട്ടില്ല. സോ മൊത്തത്തിൽ ഡിസ്പ്ലേ അടിപൊളിയാണ്. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൺക്ലൂഷൻ ഫൈനൽ വെർഡിക്റ്റിലേക്ക് നോക്കുന്ന സമയത്ത് അടിപൊളി ഫോണാണ്, അടിപൊളി ചിപ്സെറ്റ്, അടിപൊളി ഗെയിമിങ്, അടിപൊളി ക്യാമറ, ഒരു ഓൾറൗണ്ട് സെറ്റപ്പും കൂടി നോക്കിയിട്ടുണ്ട്. അടിപൊളി ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ആ ഒരു വാട്ടർ റേറ്റിങ്ങും കാര്യങ്ങളും കിട്ടുന്നില്ല, അത് ഞാൻ മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ ഒഴിവാക്കേണ്ടി വരും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ബാറ്ററി, ക്യാമറ, പെർഫോമൻസ് 3 കാര്യം കൂടി ചേർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാം, നോ ഇഷ്യൂസ്. കാരണം വേറെ IP68 കാര്യങ്ങളൊക്കെ വരുന്ന ഫോണുകളിൽ ക്യാമറ പലപ്പോഴും താഴോട്ട് പോകാറുണ്ട്. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് എങ്ങനെയാണോ അതിനനുസരിച്ചെടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ബാറ്ററി, ക്യാമറ ആൻഡ് പെർഫോമൻസ്, മെയിനായിട്ട് പെർഫോമൻസ്, ഈ 3 കൂടി ഒന്നിച്ചൊരു ഓൾറൗണ്ട് സെറ്റപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ഉറപ്പായിട്ടും എടുക്കാം. ആൻഡ് നോട്ട് 256GB അറ്റ്ലീസ്റ്റ് എടുക്കാൻ നോക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെലബിലേക്ക് നോർത്താ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.